ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം കൊലോസ്യ ലേഖനം 1:20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സർവസൃഷ്ടിക്കും ആദിജാതനും പരമോന്നതനുമായ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്തോടുള്ള സമത്വം കാണിക്കുവാനാണ് പ്രതിരൂപം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ സർവസമ്പൂർണതയും വസിക്കുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപിയായ മനുഷ്യൻ നിരപ്പ് പ്രാപിക്കേണ്ടതിനുമാണ് യേശുക്രിസ്തു ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞത്. ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തിയും മൂല്യവും അളവറ്റതാണ്. ദൈവത്തോടുള്ള സമാധാനം, പാപമോചനമെന്ന വീണ്ടെടുപ്പ്, നിത്യജീവൻ തുടങ്ങിയവയാണത്. 1 യോഹന്നാൻ 1-ാം അവന്റെ പുത്രനാം യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം വെള്ള നിലേങ്കി ധരിച്ച മഹാപുരുഷാരത്തെക്കുറിച്ച് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് കുഞ്ഞാടിനെ പോലെ സൗമ്യനായ ഒരുവൻ മനുഷ്യർക്ക് വേണ്ടി ചൊരിഞ്ഞ വിലയേറിയ രക്തമായതുകൊണ്ടാണ് ഇതിന് ദൈവശക്തിയുള്ളത്. പഴയ നിയമത്തിൽ പാപം ചെയ്ത വ്യക്തി ദൈവവുമായി നിരപ്പ് പ്രാപിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം ചൊരിയുകയും അത് യാഗപീഠത്തിൽ തളിക്കുകയും ആവശ്യമായിരുന്നു. മനുഷ്യർ അർപ്പിച്ച എല്ലാ കുഞ്ഞാടുകളുടെയും ദൈവിക പൂർത്തീകരണമായിരുന്നു യേശു. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള സമാധാനം ഒരുവന് അനുഭവയോഗ്യമാകണമെങ്കിൽ പാപത്തിന്റെ ഉറവിടം മനസ്സിലാക്കുവാനും പശ്ചാത്താപത്തിലൂടെ ദൈവത്വങ്കിലേക്ക് മടങ്ങി വരുവാനും കഴിയേണ്ടതാകുന്നു. അതായത് എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ഒരിക്കലായി യാഗമായി തീർന്നു. അവന്റെ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അതെ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.